ഡോക്ടറാകണമെന്നായിരുന്നു സാവിത്രിയുടെ ആഗ്രഹം. പഠനവും കലയുമായിരുന്നു അവളുടെ ലോകം. 1996 SSLC ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായപ്പോൾ കുടുംബത്തിനും നാട്ടിനും അഭിമാനമായിരുന്നു അവൾ. സാവിത്രി വലിയ പ്രതീക്ഷകളോടെ നെഹ്റു കോളേജിൽ ചേർന്നു. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി. പക്ഷേ ആ സ്വപ്നങ്ങൾ ചിലരുടെ ക്രൂരതയിൽ ഇല്ലാതായി. റാഗിങ്ങിന്റെ ഇരയായി അവൾ കോളേജ് ഉപേക്ഷിച്ചു. സ്വയം മുറിക്കുള്ളിലായി. രോഗികൾക്ക് ആശ്വാസം നൽകേണ്ടവൾ ലോകത്തെ ഭയന്ന് ഇരുട്ടിന്റെ ആഴത്തിലേക്ക് ഒതുങ്ങി. കോളേജിൽ സംഭവിച്ചതെന്തെന്നറിയാതെ കുടുംബവും വലഞ്ഞു. കൂട്ടുകാരും മാനേജ്മെന്റും മൗനം പാലിച്ചു. പാട്ടും നൃത്തവും പുസ്തകങ്ങളും അവളിൽ നിന്ന് അകന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവളുടെ മാനസിക അവസ്ഥ തകർന്നു. ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിൽ അവളെ ചേർത്തുപിടിക്കാൻ കുടുംബത്തിന് നിവൃത്തിയില്ലാത്തതിനാൽ തിരുവനന്തപുരത്ത് അഭയത്തിലും മഞ്ചേശ്വരത്തിലെ സ്നേഹാലയത്തിലുമായിരുന്നു തുടർന്നുള്ള സാവിത്രിയുടെ ജീവിതം. അവളുടെ അവസാന ശ്വാസം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ. ന്യൂമോണിയ ബാധിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടറാകേണ്ടവൾ, രോഗികൾക്ക് ആശ്വാസമാകേണ്ടവൾ, സ്വപ്നങ്ങൾ ബാക്കിയായി. അവൾ യാത്രയായി. റാഗിന് എത്ര പേരുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു. ആർക്കും എപ്പോഴും എവിടെയും ഇത് സംഭവിക്കാം. പക്ഷേ നിങ്ങൾ അത് തടയാം. Say no to ragging. Speak up before it is too late.